ഇവിടെ കിടന്ന് ഉരുളെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. പഴയ സംസാരം അതേ വളർന്നതിനോടൊപ്പം ഇവന്റെ നാക്കം വളർന്നു. ആ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞോട്ടെ, അന്ന് അത് ആങ്കർ ചെയ്തിരുന്നത് അപർണയാണ്. വാവ്. അതെ അതെ, ഞാനത് പറയാൻ വരുമായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ ബന്ധം പറയാൻ വരുമായിരുന്നു. കണ്ട, വളർന്ന് വലുതായി വരേണ്ടി വന്നു. അത് ഇതപ്പ ഇവനെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ. അയ്യോ, പക്ഷെ ഇവൻ ഭയങ്കര കോമഡിയും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ സംസാരിക്കുന്നുണ്ട്, മയക്കെടുത്തല്ലോ. അങ്ങനത്തെ ഒരു ടാലന്റ് ഉള്ള ഒരു കുട്ടി അന്നേ അങ്ങനെയാണ്. അപ്പൊ ഞാന് ആളെ എനിക്ക് ആദ്യം പിടികിട്ടിയില്ല, ആളെ വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങള് ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞങ്ങള് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ചേച്ചി ഞങ്ങളെ ഒരു മോളിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി സ്നേഹത്തില്. ഞാൻ ഈ പിള്ളേരെ മാത്രം എടുത്ത് കൊണ്ടുപോയി സ്നേഹത്തിന്റെ പേരില്. എന്നിട്ട് ഒരാള് നിയന്ത്രിക്കാൻ ഒരാളും ഉണ്ടായിരുന്നു, എന്റെ മേക്കപ്പ് ചെയ്യണ പയ്യൻ. ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ മോളിൽ പോയി ഭക്ഷണം കഴിക്കാൻ. ബാക്കി പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ചില്ലി ചിക്കൻ കഴിച്ചു, പിന്നൊന്നുകൂടെ കഴിച്ചു, പിന്നൊന്നുകൂടെ കഴിച്ചു, പിന്നെ ഒരു 6-8 കഴിച്ചു. അപ്പോഴത്തേക്ക് മഞ്ചേച്ചി വന്നിട്ട് അതിനുശേഷം പിന്നെ ഞാൻ തമാശക്ക് പോലും കൂട്ടുകാരോട് പോലും ഭക്ഷണം കഴിക്കുന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, പിന്നെ ചോദിച്ചിട്ടില്ല. അതിന്റെ കാരണക്കാരനപ്പ നീയായിരുന്നു. ഞാനായിരിക്കും. എന്തോരം പരിപാടികളിൽ ഒരു തവണ പോലും എന്നാ നമുക്കൊരു ചായ പോലും കുടിക്കാന്ന് ഒരാളോട് അതിനുശേഷം ആ ട്രോമ കാരണം പിന്നെ പറ്റിയിട്ടില്ല. അന്ന് ഇവൻ എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എത്ര, 10 വയസ്സോ? ഇന്നൊന്ന് വിളിച്ചു നോക്ക്. അയ്യോ, അന്ന് തന്നെ അതാ അവസ്ഥ. ഇന്നെന്തായിരിക്കും? അപ്പൊ അങ്ങനെ നിങ്ങൾ അത്രയും വർഷത്തെ പരിചയമുണ്ട്. വർഷത്തെ പരിചയം, ഒരുപാട് വർഷങ്ങൾ വിട്ടുപോയതാണ്. വീണ്ടും കൂട്ടിമുട്ടി പിന്നെയും വീണ്ടും വന്നു. ചിലത് അങ്ങനെ ഒരു തവണ കൊണ്ടില്ലേ ഒന്നുകൂടെ കറങ്ങി വരും. ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? ഇതിന് ശേഷേ നമ്മൾ ഈ ഷോ കഴിയുമ്പം നമ്മൾ അങ്ങനെ എല്ലാരും പുറത്തുകൊണ്ടുപോയി ഭക്ഷണം അതൊന്നും ഇല്ല കേട്ടോ. കണ്ടിന്യൂ. പക്ഷെ അസലായിട്ട് പാടി. പഴയ ആ കുട്ടിയിൽ നിന്നും ഇപ്പൊ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്ക് അതേ ചുറുചുറുപ്പോട് കൂടി അതേ കളിയും തമാശയൊക്കെ ആയിട്ട് നല്ല ഒരു പാട്ട് പ്രസന്റേഷൻ ആയിരുന്നു. സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വാക്ക് തന്ന പോലെ അടുത്ത പ്രാവശ്യം ഏത് പാട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ഉരുണ്ടിട്ടൊക്കെ വേണം അത് പാടാൻ. ചിലപ്പോ സാഡ് സോങ് ആയിരിക്കും, അമരത്തിലെ സോങ് എടുത്തോണ്ട് വന്നാലും ഉരുളണം. നമ്മളൊരു വാക്കൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഓ ശരി. ഞങ്ങൾ പറഞ്ഞില്ല, അയ്യപ്പനാ പറഞ്ഞ അടുത്ത തവണ ഞാനിവിടെ കിടന്ന് ഉരുളും. വി ആർ വെയിറ്റിംഗ്. എനിക്കിതൊക്കെയാണ് ഇൻട്രസ്റ്റ്. എനിക്ക് നിങ്ങൾ പാടുന്ന മാർക്ക് കിട്ടുന്നതിനേക്കാൾ വരി എന്റെ ഇൻട്രസ്റ്റ് വിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അയ്യപ്പന് ഫുൾ സപ്പോർട്ട് ചെയ്യണ്ട. അയ്യപ്പന് ഉരുളാൻ വേണ്ടിയിട്ടുള്ള എന്താ, മണലിറക്കണോ, കല്ല്, മണ്ണ്, നിനക്ക് എന്താ വേണ്ടേ അത് ഫുള്ള് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഉരുണ്ടാ മതി. ഓക്കെ, ശരി. അതിനിതൊരു പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് പറയാം. ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഓർക്കസ്ട്രയും അയ്യപ്പനും എല്ലാരും കൂടി ഇത് ഗംഭീരാക്കി. സൂപ്പർ. താങ്ക് യു ചേച്ചി. അയ്യപ്പ പിന്നെ വീട്ടിലെല്ലാരും എനിക്കൊന്ന് മ്യൂസിക്കായിട്ട് ഭയങ്കര അധികം ബന്ധമുള്ള ആൾക്കാരാണല്ലേ? ആരൊക്കെയാ? അച്ഛന്റെ ഫാമിലി എല്ലാരും അവർ പാടുകയും ചെയ്യും. എനിക്കൊന്ന് കുറച്ചധികം പേര് ഇൻസ്ട്രുമെന്റ്സും വായിക്കും അല്ലേ? എല്ലാം ഉണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ ഒരു ഗാനമേള നടത്താം ഫാമിലി മീറ്റിൽ. അയ്യപ്പൻ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കോ? ഞാൻ വീണ ചെറുതായിട്ട് വായിക്കും. അപ്പൊ ഒരു തവണ ഒരു പ്രാവശ്യം നമുക്ക് ഒരു ചെറിയ പെർഫോമൻസ് വീണയുടെ കൂടെ വേണം. ഓക്കെ, ഉരുണ്ട് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.